Morning students, welcome to Political Science class 7. Today we are going to study the remaining part of the lesson on equality. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൺ ഇക്വാളിറ്റിയുടെ ഫസ്റ്റ് പാർട്ടാണ് പഠിച്ചത്. അതിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യമാണ് പഠിച്ചത്. ഒന്നാമത് വാട്ട് ആർ ദ കീ എലമെന്റ്സ് ഓഫ് ദ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. ഏതൊക്കെയായിരുന്നു ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ കീ എലമെന്റ്സ്? ഏതൊക്കെയായിരുന്നു? പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ, ദ റെസൊല്യൂഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഇക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചേക്കാം വാട്ട് ഡു യു മീൻ ബൈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇപ്പൊ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്താണ്? ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി ലൈക്ക് ഇന്ത്യ, all adults irrespective of caste, creed, religion, region, sex, the rich and poor background is allowed to vote. This is called a universal adult franchise. അപ്പോൾ ഏതാണ് 18 വയസ്സ് കഴിഞ്ഞ ഓൾ അഡൽട്സ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. അതിനെയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അതായത് അവൻ ഏത് കാസ്റ്റിൽപ്പെട്ടതോ ഏത് സെക്സ് ആണേലും ഏത് റിച്ച് ആണേലും പൂർ ആണേലും ആർക്കാണേലും എല്ലാവർക്കും ഈക്വലായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞത്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് ഓം പ്രകാശ് വാൽമീകിയെ കുറിച്ചും അൻസാരിയെ കുറിച്ചുമുള്ള രണ്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. Okay. Other kinds of equality. Kanta is one of many people who live in a democratic India and who have the right to vote, but whose daily living and working conditions are far from equal. ഇപ്പോൾ കാന്തയും സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണല്ലേ. അപ്പം നമ്മുടെ ഡെമോക്രാറ്റിക് ആയ ഇന്ത്യയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യുവാനുള്ള ഈക്വൽ റൈറ്റ് ഉണ്ട്. Apart from being poor, people in India experience inequality in different ways. Let us see what this means by reading the two stories given below. Each of these is based on real incidents in people's lives and reflects the different kinds of inequalities that exist in India. Okay, അപ്പം വോട്ട് ചെയ്യാൻ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ടെങ്കിലും അവരുടെ ജീവിതവും വർക്കിംഗ് കണ്ടീഷനും ഒക്കെ ഈക്വാളിറ്റിയിൽ ഒരുപാട് ഡിഫറൻസ് ആണ്. അപ്പം പാവങ്ങളാണ് ഇവരല്ലേ. പാവങ്ങളാണെങ്കിൽ അതായത് പോവേർട്ടി അപ്പോൾ പാവങ്ങളോ അല്ലെങ്കിൽ വെൽത്തിൻ്റെ ബേസിസിലുള്ള ഇന്നീക്വാളിറ്റിക്ക് ഉപരിയായിട്ട് ഒരുപാട് ഇന്നീക്വാളിറ്റി നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അത് നമുക്ക് രണ്ട് സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. One of the more common forms of inequality in India is the caste system. അപ്പോൾ ഇന്നീക്വാളിറ്റിയുടെ ഒരു കോമൺ ഫോമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. If you live in rural India, your caste identity is something that you probably learned or experienced very young. If you live in urban India, some of you might think that people no longer believe in caste. അപ്പം നമ്മൾ വിചാരിക്കും ഈ അർബൻ ഇന്ത്യയിലും ആൾക്കാർക്കൊക്കെ കാസ്റ്റിനെ ഒന്നും ഒരു ബിലീവ് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ അവർ കാസ്റ്റ് സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യുന്നില്ലെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ബട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് മാട്രിമോണിയൽസ് ഷോൺ ഫ്രം എ ലീഡിംഗ് ഇംഗ്ലീഷ് newspaper and you will see how important the issue of caste continue to be in the minds of highly educated urban Indians. അപ്പം നമ്മളൊരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ മാട്രിമോണിയൽസിൽ കാണാൻ പറ്റും എല്ലാവരും കാസ്റ്റിൻ്റെ ബേസിസിലാണ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ റൂറൽ ഇന്ത്യയിൽ മാത്രമല്ല അർബൻ ഇന്ത്യയിലും കാസ്റ്റ് സിസ്റ്റം ബാധകമാണ്. Now let us read a story about the experience of a Dalit child attending school. അപ്പം നമ്മൾ ഫസ്റ്റ് വായിക്കാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ് ദളിത് ചൈൽഡിനെ കുറിച്ചാണ്.
അപ്പം ദളിത് ഈസ് എ ടേം ദാറ്റ് ഈസ് സോ കോൾഡ് ലോവർ കാസ്റ്റേഴ്സ് യൂസ് ടു അഡ്രസ് ദംസെൽസ്. ദളിത് മീൻസ് ബ്രോക്കൺ. അപ്പം ദളിത് എന്ന് പറഞ്ഞാൽ അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ദളിത്. ദളിതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബ്രോക്കൺ എന്നാണ്, അതായത് തകർന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആണ്. ആൻഡ് ബൈ യൂസിങ് ദിസ് വേർഡ് ലോവർ കാസ്റ്റസ് ആർ പോയിൻറ്റിങ് ടു ഹൗ ദേ വെയർ ആൻഡ് കണ്ടിന്യൂ ടു ബി സീരിയസ്ലി ഡിസ്ക്രിമിനേറ്റഡ് അഗനസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ വളരെയധികം ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന്. ഓക്കെ, ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഓം പ്രകാശ് വാൽമീകി ഈസ് എ ഫേമസ് ദളിത് റൈറ്റർ. അപ്പം ഓം പ്രകാശ് വാൽമീകി ഒരു ഫേമസ് ആയിട്ടുള്ള ദളിത് റൈറ്ററാണ്. ഓക്കെ, ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഏതാണ്? ജൂദാൻ. ഹി റൈറ്റ്സ്, ഐ ഹാഡ് ടു സിറ്റ് എവേ ഫ്രം ദി അതേഴ്സ് ഇൻ ദ ക്ലാസ് ആൻഡ് ദാറ്റ് ടു ഓൺ ദി ഫ്ലോർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രാഫി പറയുന്നുണ്ട്, അതായത് ജൂദാനിൽ പറയുന്നുണ്ട് സ്കൂൾ ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഇക്വാളിറ്റിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം സ്കൂളിൽ നിലത്തിരുന്നായിരുന്നു പഠിച്ചിരുന്നത്. മറ്റു കുട്ടികളൊക്കെ ദൂരെ ഇരിക്കും, ഇദ്ദേഹത്തിന് മാറി അങ്ങ് ദൂരെ പോയിരുന്നായിരുന്നു ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് മാറ്റ് റാൻ ഔട്ട് ബിഫോർ റീച്ചിങ് ദ സ്പോട്ട് ഐ സാറ്റ് ഓൺ. മറ്റു കുട്ടികളിരിക്കുന്ന മാറ്റെ പോലും അന്ന് ഇരുത്തിയിരുന്നില്ല അദ്ദേഹത്തിന്. ഓക്കെ, സംടൈംസ് ഐ വുഡ് ഹാവ് ടു സിറ്റ് വേ ബിഹൈൻഡ് എവരിബഡി റൈറ്റ് നിയർ ദ ഡോർ. സംടൈംസ് ദേ വുഡ് ബീറ്റ് മീ വിത്തൗട്ട് എനി റീസൺ. ചില സമയത്ത് ഡോറിന് അടുത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്, കാരണം ഒന്നുമില്ലാതെ അവനെ അടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. Okay. When he was in class 4, the headmaster asked Om Prakash to sweep the school and the playground. 4ാം ക്ലാസ്സിൽ അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ടൊക്കെ തൂക്കുവാനായിട്ട്. He writes, the playground was way larger than my small physic could handle, and in cleaning it മൈ ബാക്ക് ബിഗാൻ ടു ആക്ക്. ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, സ്കൂളിൻ്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതല്ലേ. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ പ്ലേ ഗ്രൗണ്ടിൽ തൂക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടമല്ലേ. തൂത്തുവാരിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നടുവിനൊക്കെ വേദന വന്നു. ഓക്കെ, മൈ ഫേസ് വാസ് കവേർഡ് വിത്ത് ഡസ്റ്റ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുഴുവൻ ഡസ്റ്റ് കൊണ്ട് കവർ ചെയ്തു. ഡസ്റ്റ് ഹാഡ് ഗോൺ ഇൻസൈഡ് മൈ മൗത്ത്. വായിലുമൊക്കെ പൊടി ആയി. ദ അതർ ചിൽഡ്രൻ ഇൻ മൈ ക്ലാസ് വെയർ സ്റ്റഡിങ് ആൻഡ് ഐ വാസ് സ്വീപ്പിംഗ്. ഹെഡ് മാസ്റ്റർ വാസ് സിറ്റിംഗ് ഇൻ ഹിസ് റൂം ആൻഡ് വാച്ചിങ് മീ. അപ്പം മറ്റു കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇദ്ദേഹം പ്ലേ ഗ്രൗണ്ടിൽ തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഹെഡ് മാസ്റ്റർ ഇതെല്ലാം റൂമിലിരുന്നു കൊണ്ട് നോക്കി കാണുകയായിരുന്നു. I was not even allowed to get a drink of water. I swept the whole day from the doors and the windows of the school's rooms. The eyes of the teachers and the boys saw this spectacle. അപ്പം അതുപോലെ തന്നെ മറ്റു കുട്ടികളും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും അനുവാദം ഇല്ലായിരുന്നു. അടുത്ത 2 ദിവസം ഓം പ്രകാശിനെ ഇതുപോലെ തൂപ്പിച്ചുകൊണ്ടിരുന്നു. അതുപോലെ ടീച്ചർമാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓം പ്രകാശ് വാസ് മെയ്ഡ് ടു സ്വീപ് ദ സ്കൂൾ ആൻഡ് പ്ലേ ഗ്രൗണ്ട് ഫോർ ദി നെക്സ്റ്റ് couple of days, and this only came to an end when his father, who happened to be passing by, അടുത്ത ദിവസം അതുവഴി ഓംപ്രകാശിൻ്റെ അച്ഛൻ വരികയും അദ്ദേഹം മകൻ പ്ലേ ഗ്രൗണ്ട് തൂക്കുന്നത് കാണുകയും ചെയ്തു. ഓക്കെ, സോ ഹിസ് സൺ സ്വീപ്പിംഗ്. ഹി കൺഫ്രണ്ടഡ് ദ ടീച്ചേഴ്സ് ആൻഡ് then walking away from the school holding Om Prakash's hand, he said loudly for all of them to hear, "You are a teacher, so I am leaving now. But remember this much, master will study right here in this school, and not just him,
ബട്ട് ദെയർ വിൽ ബി മോർ കമ്മിങ് ആഫ്റ്റർ ഹിം. അപ്പം ഇത് കണ്ട് വിഷമത്തിലായ അദ്ദേഹം ഓംപ്രകാശിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന വഴിക്ക് എങ്ങനെയാണ് ഉറക്കെ പറഞ്ഞു, ഇങ്ങനെ അദ്ദേഹം ഉറക്കെ പറഞ്ഞു, നിങ്ങളൊരു ടീച്ചറായതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. പക്ഷെ ഓർത്തോളുക, എൻ്റെ മകൻ മാത്രമല്ല, ഇവനെപ്പോലെ ഒരുപാട് കുട്ടികൾ സ്കൂളിൽ വന്ന് പഠിക്കും. ഇത്രയും പറഞ്ഞിട്ട് ഓംപ്രകാശിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം സ്കൂളിൽ നിന്നും പോയി. ഓക്കെ, അപ്പോൾ ഓംപ്രകാശിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഓംപ്രകാശ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തെ കൊണ്ട് പ്ലേ ഗ്രൗണ്ട് തൂപ്പിക്കുകയും ഒക്കെ ചെയ്ത കാര്യം. ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റോറി പഠിക്കാൻ പോകുന്നു. നോക്കി. ഓക്കെ, അപ്പം ഓംപ്രകാശ് വാൽമീകി വാസ് ഡിസ്ക്രിമിനേറ്റഡ് അഗൈൻസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, അല്ലേ? കാസ്റ്റ് സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റോറി ഒന്ന് നോക്കിയേ. The second story is based on an incident that took place in one of the India's larger cities and is common practice in most parts of the country. ഓക്കെ, അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റോറിയിൽ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ലാർജ് സിറ്റിയിൽ നടന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റോറി അബൌട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് അൻസാരി who were looking to rent an apartment in the city. അപ്പോൾ ഇവിടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് അൻസാരി എന്ന് പറയുന്ന ഒരു കപ്പിള് ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുവാനായിട്ട് സിറ്റിയിൽ വന്നു. അദ്ദേഹം they had the money and so paying the rent was no problem. They went to a property dealer for help to find a place. അപ്പം അങ്ങനെ അവരൊരു അപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എന്താണ് ഒരു പ്രോപ്പർട്ടി ഡീലറിനെ കണ്ടുമുട്ടി. അങ്ങനെ അവർ the dealer informed them that he know about quite a few apartments that were available for rent. They visited the first apartment and Ansari liked it very much and decided to take it. അങ്ങനെ അവർ അപ്പാർട്ട്മെൻറ്റ് കാണുവാനായിട്ട് വന്നു. അങ്ങനെ അവർക്ക് അപ്പാർട്ട്മെൻറ്റ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, however, when the landlady found out their names, she made an excuse about how she could not rent the house to someone who ate meat because the building did not have any non-vegetarian residents. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിലെ ഓണറിനോട് സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവരുടെ പേര് കൊണ്ട് തന്നെ മനസ്സിലായി ഇവർ ഏത് റിലിജനിലുള്ളവരാണെന്ന്. അപ്പം അവർ പറഞ്ഞു, നോൺ വെജ് കഴിക്കുന്ന ആൾക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അൻസാരിക്കൊക്കെ മനസ്സിലായി. നോക്കി, both the Ansaris and this property dealer were surprised to hear this because they would smell a fish being cooked in the neighbor's house. പക്ഷേ അൻസാരിക്ക് മനസ്സിലായി, പ്രോപ്പർട്ടി ഡീലറിന് മനസ്സിലായി എന്താണ് അടുത്ത ബിൽഡിങ്ങിൽ ഫിഷ് കുക്ക് ചെയ്യുന്ന സ്മെല്ല് അവർക്ക് കിട്ടി. അപ്പോൾ റിലിജനാണ് ഇവിടെ പ്രശ്നമെന്ന് ഇവർക്ക് മനസ്സിലായി. ഓക്കെ, ഫൈനലി the same excuse was repeated in the second and the third apartment. അവർ രണ്ടാമതും മൂന്നാമതും ഒക്കെ അപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ച് പോയപ്പോൾ അവിടെയെല്ലാം ഇത് തന്നെയായിരുന്നു സംഭവം. ഫൈനലി the property dealer told them that they might want to change their names and call themselves Mr. and Mrs. Kumar. അപ്പം ഈ പ്രോപ്പർട്ടി ഡീലർ പറഞ്ഞു, നമ്മൾ ഈ പേര് വെച്ച് എന്നാൽ ഒരിടത്തും നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മുടെ പേര് മാറ്റിയിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് കുമാർ എന്ന് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ സമ്മതിച്ചില്ല. ഇൻ ദി എൻഡ് ഇറ്റ് ടുക്ക് എ ഹോൾ മന്ത് ഓഫ് ലുക്കിംഗ് അറ്റ് അപ്പാർട്ട്മെൻറ്റ് ബിഫോർ ദേ ഫൗണ്ട് എ ലാൻഡ് ലേഡി ഹു വാസ് വില്ലിംഗ് ടു ഗീവ് ദം എ പ്ലേസ് ഓൺ റെൻറ്റ്. അങ്ങനെ അവർ ഒരുപാട് നാൾ ശേഷം, ഒരു മാസത്തോളം കഴിഞ്ഞതിന് ശേഷം അവർക്ക് വീട് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് സ്റ്റോറി നമുക്ക് എന്താ മനസ്സിലായത്? ഓംപ്രകാശ് വാൽമീകി വാസ് ഡിസ്ക്രിമിനേറ്റഡ് എഗനസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, വൈൽ അൻസാരീസ് വെയർ ഡിസ്ക്രിമിനേറ്റഡ് എഗനസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് റിലിജൻ. അപ്പം ആദ്യത്തേത് കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു കാണിച്ചിരുന്നത്, പിന്നെ രണ്ടാമത്തേത് റിലിജൻ ബേസിലുള്ളതായിരുന്നു. അപ്പോൾ ഓംപ്രകാശ് വാൽമീകി വാസ് നോട്ട് അലൗഡ് ടു സിറ്റ് വിത്ത് അതർ സ്റ്റുഡൻറ്റ് ഓൺ ദി ഡെസ്ക് ഓർ മാത്സ്, അല്ലേ? പക്ഷേ Ansari were not given apartment on rent in the locality of the people belong to the Hindu religion. അപ്പോൾ അൻസാരിക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടാതെ വന്നു. ഓംപ്രകാശ് വാൽമീകിയെ മറ്റു കുട്ടികളോട് ഇരിക്കാനായിട്ടുള്ള
ഇതും കൊടുത്തിട്ടില്ല. ഓക്കെ, അതാണിപ്പോൾ 2 സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.